നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 533. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ന് നമ്മൾക്ക് 26 സർഗമാണ് പറയേണ്ടത്. ലീലാകാന്ഡം. അതിൻ്റെ ഹെഡിങ് തന്നെ ശ്രീകൃഷ്ണ ലീലകൾ എന്നാണ്. പക്ഷേ 26, 27, 28, 29 4 സർഗത്തിലും ശ്രീകൃഷ്ണ ലീലകളാണ്. 1, 2, 3, 4. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്തത്? 25 സർഗം അവസാനത്തെ ശ്ലോകം ഗോപികളുടെ സംഭാഷണവും വീണ്ടും നാമകരണവും എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതിൽ പറയണു 24-ാമത്തെ ശ്ലോകം. പിറ്റേന്നു തന്നെ പുലർകാലം എണീറ്റു നന്ദൻ മറ്റും പുരോഹിതരെയൊക്കെ വരുത്തി വേഗം കറ്റക്കിടാങ്ങളുടെ പേർവിളിയുത്സവം ഊറ്റത്തോടങ്ങിനെ നടത്തി ഉദാരശീലൻ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ അതോടുകൂടി 25-ാം സർഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ 26-ാം സർഗം 533-ാം ഭാഗം ശ്രീകൃഷ്ണ ലീലകൾ 1. 1-ാം ശ്ലോകം പറഞ്ഞു. ക്രമത്തിലൊട്ടൊട്ടു നിലത്തു നീന്തി തുടങ്ങിനാർ മെല്ലെ മണിക്കിടാങ്ങൾ. ആര്? ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും നിലത്ത് മുട്ടുകൂട്ടി നീന്താൻ തുടങ്ങി. ക്രമത്തിൽ ഒട്ടൊട്ടു നിലത്തു നീന്തി തുടങ്ങിനാർ മെല്ലെ മണിക്കിടാങ്ങൾ. ഗോപീജനങ്ങൾക്കെഴും ഉത്സവത്തിൽ മഹോത്സവം തന്നെ തുടങ്ങി നിത്യം. അനേകം കാണികൾ, ഗോപന്മാർ, ഗോപസ്ത്രീകൾ, കുട്ടികളൊക്കെ വന്ന് കാണും ഈ കുട്ടികൾ മുട്ടുകുത്തി നീന്തി കളിക്കുന്നത്. 2-ാമത്തെ ശ്ലോകം നോക്കുക. മണിച്ചിലമ്പിന്നൊലി കേട്ടും മിന്നും മുഖം തിരിച്ചായത് നോക്കി വട്ടത്തിൽ. അപ്പോൾ ആ മിന്നും എന്നുള്ളത് ഇപ്പോൾ ഇവിടെ 7-ാമത്തെ പ്രാവശ്യം പറഞ്ഞതില്ലല്ലോ ആ കണ്ടത്തിൽ. അപ്പോൾ ചിലമ്പൊന്നൊലി കേട്ടു മിന്നും മുഖം തിരിച്ചായത് നോക്കി വട്ടത്തിൽ വരുന്നു മെല്ലെ വക്ഷസിൽ വാർമുത്തുമണിമാലയാർന്നാൻ. മാറിൽ വാർമുത്തണിമാലയാർന്ന അത് ഭഗവാൻ. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? മണിച്ചിലമ്പൊന്നൊലി കേട്ടു മിന്നും മുഖം തിരിച്ചായത് നോക്കി വട്ടത്തിൽ വരുന്നു മെല്ലെ വക്ഷസിൽ വാർമുത്തണിമാലയാർന്നോൻ. 3-ാമത്തെ ശ്ലോകം. ഉണ്ണിക്ക് വെൺമുത്തണിമാല മറ്റേ കുഞ്ഞിന് വൈഢൂര്യ മനോജ്ഞമാല്യം. ശ്രീകൃഷ്ണന് വെൺമുത്തണിമാല, ബലരാമസ്വാമിക്കോ മറ്റേ കുഞ്ഞിന് വൈഢൂര്യ മനോജ്ഞമാല്യം. രണ്ടാൾക്കുമോർത്തിയിടുകിലത്ര യോജിപ്പത് എന്ന് ഗോപീജനമോതിടുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? കൃഷ്ണൻ കറുത്താളാണ്. അപ്പം മുത്തുമണിമാല, വെള്ളം മുത്തുമണിമാല ചേരും. ബലരാമസ്വാമി വെളുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പച്ചക്കല്ല്, വൈഢൂര്യം, വൈഢൂര്യ മനോജ്ഞമാല്യം എന്ന് പറഞ്ഞു. 4-ാമത്തെ ശ്ലോകം നോക്കുക. വന്നോർകളങ്ങനെ രാമകൃഷ്ണ നാമങ്ങൾ തൻ മാധുരിയെങ്ങുമേറ്റി വരണവരൊക്കെ രാമ ബലരാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ കൃഷ്ണ. വന്നോർകളന്നങ്ങിനെ രാമകൃഷ്ണ നാമങ്ങൾ തൻ മാധുരിയെങ്ങുമേറ്റി ഉത്സാഹമാർന്ന ആദ്യമുദാര ശബ്ദ ബ്രഹ്മാമൃതാസ്വാദമിയറ്റി മണ്ണിൽ. എന്താ പറഞ്ഞത്? ഉത്സാഹമാർന്ന് ഉദാര ശബ്ദം. എവിടെ നോക്കിയാലും രാമ എന്നും കൃഷ്ണ എന്നും
എന്നാണ് ശബ്ദം. ബ്രഹ്മാമൃതാസ്വാദമിയറ്റി മണ്ണിൽ ബ്രഹ്മാനുസന്ധാരണത്തിന് അമൃതോപമായ അല്ലേ, അല്ലെങ്കിൽ ബ്രഹ്മാവിന് അമൃതോപമായ അമൃത സ്വാദുമിയറ്റിന, അമൃതൻ്റെ സ്വാദ് എല്ലാവർക്കും എത്തുകയാണ്. കൃഷ്ണ രാമകൃഷ്ണ ഗോവിന്ദ, രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ തന്നെ അമൃതപാനം ചെയ്ത ഭാഗ്യം ഉണ്ടാവുന്ന പറഞ്ഞത്. പൊന്മണി തിണ്ണയിൽ മാലയാർന്ന് മനോജ്ഞമാം തന്നിഴൽ നോക്കി നോക്കി. ഉണ്ണികൃഷ്ണന് പൊന്മണിമാലയ്ക്കുണ്ട്. അപ്പോൾ അരുതെണ്ണയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പോഴാണ് വെയിലിൽ ഇദ്ദേഹത്തിൻ്റെ നിഴൽ നോക്കി കളിക്കാൻ തുടങ്ങിയതാണ്. പൊൻതൂമണി തിണ്ണലിൽ മാലയാർന്ന് മനോജ്ഞമാം തന്നിഴൽ നോക്കി നോക്കി മലർക്കരം കൊണ്ടതു മാന്തി മലർക്കരം ആണെങ്കിൽ മലർന്ന് കിടന്നിട്ട് കരം കൊണ്ട് മാന്തി നോക്കി വേദിക്കുമെന്ന് അറിയാനേ നഴിലിനെ. അപ്പോൾ പറഞ്ഞു മലർക്കരം കൊണ്ടതു മാന്തി എടുപ്പതിനോമൽ കിണഞ്ഞിടുന്നു. നിഴലിനെ ഒന്ന് വാരിയെടുത്താലെന്താ കുഴപ്പം, ക്ഷമിച്ചൂടെ? സമയം പോവില്ലെങ്കിൽ അങ്ങനെ ഒന്നാവാം, അത്രയേ ഉള്ളൂ അല്ലേ. മലർക്കരം കൊണ്ടതു മാന്തി എടുപ്പതിനോമൽ കിണഞ്ഞിടുന്നു. കണ്ടുള്ളതെല്ലാം കുളിർപ്പിഞ്ചുവായിലിടുന്നു പൂമ്പൈതൽ വിരഞ്ജനോർത്താൻ. ഈ കളികളൊക്കെ വിരിഞ്ചൻ ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലിരുന്ന് കാണുന്നുണ്ട്. എന്ത്? കണ്ടുള്ളതെല്ലാം കുളിർ പിഞ്ചുവായിൽ, കണ്ടതൊക്കെ വാരിയിടും. അതിപ്പോൾ ചേരട്ടയാണെങ്കിലും ശരി, എന്താ കയ്യിൽ കിട്ടിയത് അത്. പക്ഷെ അദ്ദേഹത്തിന് വിഷമേൽക്കില്ല. കാരണം എന്താ? കാർമേഘവർണ്ണനാ അല്ലേ. വിഷം തീണ്ടി എന്ത് നിറം ഉണ്ടാവുക? കറുപ്പ് കയറും, നീല നിറം കയറും. അതിൻ്റെ തന്നെ നിറം. പിന്നെന്താ? കണ്ടുള്ളതെല്ലാം കുളിർപ്പിഞ്ചു വായിലിടുന്നു പൂമ്പൈതൽ, അതായത് ചെറിയ ആള് ഉണ്ണികൃഷ്ണൻ. വിരിഞ്ചനോർത്താൻ സംഹാരകാലത്തിലെ ഓർമ്മ വന്നു. ഇയാൾക്കിപ്പോൾ വിഷ്ണു ആണ് എന്നുള്ള ഓർമ്മയിൽ സംഹാരകാലം ഓർമ്മ വന്നിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്? കിട്ടിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ കണ്ട് കഴിക്കുന്ന കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. എന്ത് കിട്ടിയാലും വയലാക്കുക, സ്വന്തം കാര്യം സിന്ദാബാദ്. അങ്ങനെയല്ല, കൊടുത്ത് ശീലിക്കണം, ഷെയർ ചെയ്യാൻ സാധിക്കണം. ആരാണ് സുഖം ദുഃഖം ഷെയർ ചെയ്യുന്നത്? അപ്പോൾ ദുഃഖം ഷെയർ ചെയ്താൽ ദുഃഖം ഇല്ലാണ്ടാവും, സുഖം ഷെയർ ചെയ്താലോ ദുഃഖം വരാണ്ട് തന്നെ കഴിയും. ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ സംഹാരകാലത്തിലെ ഓർമ്മ വന്നു സർവേശ്വരൻ ചെയ്യുവതിപ്രകാരം. ഏട്ടൻ്റെ തങ്കത്തളയൊച്ച കേട്ട്, ഏട്ടൻ്റെ അതായത് ബലരാമൻ്റെ തങ്കത്തള, കാലിലിടുന്നതിന് തള എന്നാണ് പറയുക, കയ്യിലിടുന്നതിന് വള എന്ന് പറയും. അപ്പോൾ തങ്കത്തളയുടെ ഒച്ച കേട്ട് അങ്ങ് അണഞ്ഞുടൻ ചെന്നു പിടിച്ചതമ്പാൽ കിലുങ്ങിക്കിടന്നു കമനീയനുണ്ണിക്കിടാവുതൻ പൊൻവളയാർന്ന കയ്യാൽ. അപ്പോൾ ഭഗവാന്റെ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ എന്തുണ്ട്? സ്വർണ്ണവളകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കിലുക്കിടുന്നു കമനീയനുണ്ണിക്കിടാവുതൻ പൊൻവളയാർന്ന കയ്യാൽ. അടുക്കലെല്ലാരും അകക്കുരുന്നിൽ അമ്പാർന്നണഞ്ഞങ്ങിനെ വന്നു നിൽപ്പാൻ. എല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ 4 ഓർ നിൽക്കാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ കൃഷ്ണരാമന്മാരുടെ 4 ഓർ നിൽക്കാൻ. അടുക്കലെല്ലാരും ആ കുരുന്നിൽ അമ്പാർന്ന്. എല്ലാവർക്കും ഈ 2 കുട്ടികളോട് എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് എല്ലാവരും അടുക്കൽ വന്നിട്ട് ഇങ്ങനെ വട്ടണഞ്ഞ് നിൽക്കുകയാണ്. അമ്പാർന്നണഞ്ഞങ്ങനെ വന്നു നിൽപ്പാൻ അലിഞ്ഞു ശബ്ദിച്ചമൃതം തൂളിക്കും ആനന്ദപാധോ നിധി ഗോകുലത്തിൽ. ഇനി ഇദ്ദേഹം കൈകൊണ്ട് കാണിക്കും, വരും എല്ലാവരും വട്ടത്തിൽ നിൽക്കാൻ, ഞങ്ങളുടെ വട്ടത്തിൽ നിൽക്കാൻ പറഞ്ഞാലും ആൾക്കാർ കേൾക്കില്ല. എന്താ ചെയ്യുക? ഈശ്വരോപാസന ചെയ്യൂ, ഈശ്വരനെ കണ്ട് മതി മറക്കൂ എന്നാണ് ഈശ്വരൻ പറയണത്. അത് അലിഞ്ഞു ശബ്ദിച്ചമൃതം തൂളിക്കുമാനന്ദപാധോ നിധി ഗോകുലത്തിൽ. എന്നിട്ടും നമ്മൾക്ക് സമയമായില്ല പോലും അല്ലേ. കുതൂഹലം പൂണ്ടവർ മുട്ടുകുത്തി,
ഇഴഞ്ഞുകൊണ്ടങ്ങനെ രണ്ടുപേരും കുതൂഹലം പൂണ്ട് സന്തോഷം പൂണ്ട് അവർ മുട്ടുകുത്തി ഇഴഞ്ഞുകൊണ്ടങ്ങനെ രണ്ടുപേരും അകങ്ങൾ തോറും കഴൽ കൊണ്ടു ചെന്താരണിന് കാൺമോർ കലിവേറ്റി മിന്നി. 71ാമത്തെ പ്രാവശ്യം അപ്പം മിന്നി എന്നുള്ളത് വരുന്നത്. കുതൂഹലം പൂണ്ടവർ മുട്ടുകുത്തി ഇഴഞ്ഞുകൊണ്ടങ്ങനെ രണ്ടുപേരും അകങ്ങൾ തോറും, അതായത് ഏതൊക്കെ മുറികളുണ്ടോ വരാന്തകളുണ്ടോ ഇവർ എത്താത്ത സ്ഥലങ്ങളില്ല. അകങ്ങൾ തോറും കഴൽ കൊണ്ടു ചെന്താരണിഞ്ഞ് കാൺമോർ കലിവേറ്റി മിന്നി. ശ്രമം കൊണ്ട് മേലൊക്കെ തുടുക്കാൻ തുടങ്ങിയെന്നാ. ഏത് കഴൽ കൊണ്ട് ചെന്താരണിഞ്ഞു. ക്ഷമിച്ചിട്ട് വേർത്തു എന്ന് പറയുന്നതിന് പകരം പുരണ്ടിറങ്ങാൻ പടിമോളിലേറ്റി ഭൂമീനി പൊങ്ങും പടി കൈകൾ കൂത്തി എടുപ്പതിനാളുകളെ നോക്കി ഏതോ വിധം വിളിക്കുന്നു ദയാപയോധി. ദയാപയോധി, പയോധി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സമുദ്രം എന്നർത്ഥം. ദയാപയോധി എന്ന് പറഞ്ഞാൽ ദയയാകുന്ന സമുദ്രം. ആരെ? ഭഗവാൻ. പുരണ്ടിറങ്ങാൻ പടിമോളിലേറ്റി പടിമോളിലേറി ഭൂമീനി പൊങ്ങും പടി കൈകൾ കുത്തി. എങ്ങനെയെങ്കിലും ഈ അരുത്തിണ്ണയിലൊന്ന് കയറണമെന്ന് പറഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇളകാണ്. എങ്ങനെ കയറണം? പുരണ്ടിറങ്ങാൻ പടിമോളിലേറി ഭൂമീനി പൊങ്ങും പടി കൈകൾ കുത്തി എടുപ്പതിന് ആളുകളെ നോക്കി. ഒന്ന് എടുക്കൂ എന്നെ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, കുട്ടികൾ. എന്നെ ഒന്ന് എടുക്കൂ. കൈ ഇങ്ങനെ പൊന്തിക്കും. ഭഗവാൻ അങ്ങനെ പൊന്തിക്കുകയാണ്. അപ്പോൾ എടുപ്പതിന് ആളുകളെ നോക്കി ഏതോ വിധം വിളിക്കുന്നു ദയോപയോധി. അടുക്കളയ്ക്കുള്ളിൽ അണഞ്ഞിടാതെ, അടുക്കളയിലേക്കൊന്നും പോവില്ല, അടുക്കളയ്ക്കുള്ളിൽ അണഞ്ഞിടാതെ നോക്കിയിടണം രോഹിണി ചൊല്ലി വീണ്ടും. അപ്പോൾ രോഹിണിയാണ് ബലരാമൻ്റെ അമ്മ, മൂത്തവള്. ഈ കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ. അവരെ ഇഴഞ്ഞ് അടുക്കളയിലേക്ക് എത്താൻ പാടില്ല, തീയുണ്ട് അവിടെ. അടുക്കളയ്ക്കുള്ളിൽ അണഞ്ഞിടാതെ നോക്കിയിടണം രോഹിണി ചൊല്ലി വീണ്ടും. കത്തുന്നതീ കൊള്ളി വലിക്കും ഉണ്ണിക്കരങ്ങൾ പൊള്ളിക്കും അതോർത്തിടേണം. കത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളി വലിക്കും, കൈ പൊള്ളാണ്ട് നോക്കണ്ടേ നമ്മൾ. പിന്നാലെ പിന്നാലെ പദങ്ങൾ വെച്ച് ആരെങ്ങോട്ട് പോവുകയാണെങ്കിലും ഒപ്പം കൂടും. പിന്നാലെ പദങ്ങൾ വെച്ച് ഗോപീജനം കുഞ്ഞിനെ നോക്കിയിടുന്നു. കുട്ടികളെ അവിടെ പോകണം. പിടിക്കണ്ട, നീ പിടിക്കണ്ട, മാറി നിൽക്കുക. അങ്ങനെയുണ്ട് കുട്ടികൾ. ഞാൻ നോക്കിക്കോളാം. എന്നോടല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് മാറി നിൽക്കുക. പിന്നാലെ പദങ്ങൾ വെച്ച് ഗോപീജനം കുഞ്ഞിനെ നോക്കിയിടുന്നു. വേദാന്തസാരത്തെ വിരിഞ്ഞു മിന്നും വ്യാസാതിർതൻ വാക്കുകൾ എന്ന പോലെ. മൈ ഗോഷ്, എന്തൊക്കെയാണ് പറഞ്ഞത്? വേദാന്തസാരത്തെ വിരിഞ്ഞു മിന്നും. ആരെ? വേദവ്യാസര്. വേദാന്തസാരത്തെ വിരിഞ്ഞു മിന്നും വ്യാസാതിർതൻ വാക്കുകൾ എന്ന പോലെ. വ്യാസഭഗവാന്റെ വാക്കുകൾ ഭാഗവതത്തിലെ വേദാന്ത പ്രക്രിയകളെ പറ്റി പറയുന്നത് എത്രത്തോളം എന്താണെന്നപ്പോൾ പറയാ? മിന്നെന്ന് പറഞ്ഞാൽ പോരാ, വിളങ്ങാണ് മിന്നൻ. അതന്നെ വേദാന്തസാരത്തെ വിരിഞ്ഞു മിന്നും വ്യാസാതിർതൻ വാക്കുകൾ എന്ന പോലെ. വിരുന്ന് വന്നോരടുത്തു പോയി കിടാങ്ങൾ പേടിച്ചു തിരിഞ്ഞു വേഗം. അപ്പോൾ ചിലവരെ വിരുന്നുണ്ണാൻ വരും. നന്ദഗോപുരക്കൊരു കുട്ടി ഉണ്ടായി എന്ന് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ വിരുന്ന് വന്നോരടുത്തു പോയി, അവിടെ അടുത്തു പോയി. പുതിയ ആൾക്കാരെ കണ്ട ഓടി ചെല്ലും, പക്ഷെ എടുക്കാൻ സമ്മതിക്കില്ല. കിടാങ്ങൾ പേടിച്ചു തിരിഞ്ഞു വേഗം നീന്തിപ്പിടഞ്ഞ അങ്ങനെ അമ്മമാർ തന്നടുക്കൽ വന്നമ്പോടും ഉല്ലസിപ്പു. അല്ലേ? പരിചയമില്ലാത്തവരെ എടുക്കാൻ സമ്മതിക്കില്ല. അമ്മമാരുടെ അടുത്തേക്ക് ഓടി എത്തി. എന്നിട്ടോ പൊൻകിങ്ങിണി ചാർത്തരയിൽ തിളങ്ങും കാർവർണ്ണനൊട്ടൊട്ടൊഴുന്നേറ്റു മെല്ലെ നോക്കുന്നു തൻ കൂട്ടരെ അത്ഭുതം താൻ കാട്ടുന്നതാർ കണ്ടു രസിപ്പതെന്നായി. കുറച്ചുകൂടി പ്രായം ഓടി. അപ്പോൾ പൊൻ കിങ്ങിണി ചാർത്തരയിൽ തിളങ്ങും, ഒരു കിങ്ങിണി ഒക്കെ കെട്ടി തൂക്കി, അരഞ്ഞാണൊക്കെ ആയിട്ട്. കാർ വർണ്ണനൊട്ടൊഴുന്നേറ്റു മെല്ലെ ഇങ്ങനെ നീട്ടു നിൽക്കാറുണ്ട സമയമായി.
നോക്കുന്നു തൻ കൂട്ടരെ, തൻ്റെ കൂട്ടക്കാര് ചങ്ങാതിമാരാരൊക്കെ ഇവിടെ അടുത്തുള്ളത്, തൻ കൂട്ടരെ അത്ഭുതം താൻ കാട്ടുന്നതാർ കണ്ടു രസിപ്പതെന്നായി. എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചു തരും, നിങ്ങൾ എൻ്റെ അടുത്ത് കൂട്ടുകാരനാവാൻ വരുന്നു, വരൂ, ഭഗവാൻ വിളിക്കണം, നമ്മൾ പോണില്ല. എന്നോട് കൂടിക്കോളൂ, ഇങ്ങോട്ട് വരൂ, കടന്നു വരൂ. ഏയ്, താല്പര്യമില്ല ആൾക്കാർക്ക്, എന്താ ചെയ്യുക? അപ്പോൾ കാട്ടുന്നതാർ കണ്ടു രസിപ്പതെന്നായി മഹാപ്രപഞ്ചത്തിലൊതുങ്ങിടാത്തോനൊരുണ്ണിയായി ഇങ്ങനെ ഗോകുലത്തിൽ. ഈ ഭഗവാൻ ആരാ? ഗോകുലത്തിൽ ഒതുങ്ങി ജീവിക്കേണ്ട ആളാണോ? അല്ല. ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങി ജീവിക്കേണ്ട ആളാണോ? അല്ല. പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച് രക്ഷിച്ച് ലയിപ്പിക്കുന്ന ആളാണ്. പിന്നെന്താ ചെയ്യുക? മഹാപ്രപഞ്ചത്തിൽ ഒതുങ്ങിടാത്തോനൊരുണ്ണി. ഈ പ്രപഞ്ചത്തിൽ ഒതുങ്ങുന്നതല്ല, ഭഗവാന്റെ ശരീരത്തിൽ എത്ര രോമകൂപങ്ങളുണ്ട് അത്രയും മിൽക്കി വേസ് ഉണ്ടെന്നാണ്. മഹാപ്രപഞ്ചത്തിലൊതുങ്ങിടാത്തോനൊരുണ്ണിയായി ഇങ്ങനെ ഗോകുലത്തിൽ കളിക്കയാണ്. അത്ഭുതമോർക്കിലെന്താണ് ഇതിൽ പാരിനോ മറ്റു കാൺമാൻ. ഈ ലോകത്തിൽ വേറെ എന്തൊരു ആശ്ചര്യമുള്ളത് ഈ കുട്ടിയല്ലാതെ കണ്ട്. കുതൂഹലം പൂണ്ടവർ മുട്ടുകുത്തി ഇഴഞ്ഞിടും മെല്ലെ എണീറ്റു നിൽപ്പാൻ. കുതൂഹലം പൂണ്ടവർ സന്തോഷചിത്തന്മാരായിട്ട് മുട്ടുകുത്തി ഇഴഞ്ഞിടും മെല്ലെ എണീറ്റു നിൽപ്പാൻ തുടങ്ങി. വീണീടും ഇടയ്ക്കതാരും അങ്ങിങ്ങു കണ്ടാൽ കരയും കുമാരൻ. അല്ലേ? കുട്ടികളെ വളർത്തി ശീലിക്കണവർക്കാണ് ഇതൊക്കെ ശരിക്കും പെട്ടെന്ന് മനസ്സിലാവുക. ഓഫീസിൽ പോയിരുന്ന് കുട്ടീനെ ആയമാരോട് നോക്കാൻ പറഞ്ഞാൽ ഈ കൗതുകങ്ങളൊക്കെ നമുക്ക് നഷ്ടം വരും. അപ്പം എന്താ? കുതൂഹലം പൂണ്ടവർ മുട്ടുകുത്തി ഇഴഞ്ഞിടും മെല്ലെ എണീറ്റു നിൽപ്പാൻ ശ്രമിക്കും തുടങ്ങി. വീണീടും, അവർ കരയില്ല, ആരെങ്കിലും കണ്ടാൽ കരയും. തുടങ്ങി വീണീടും ഇടയ്ക്ക് അത് ആരും ഇങ്ങു കണ്ടാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നവർ കണ്ടാൽ കരയില്ലെങ്കിൽ കരയില്ല. എല്ലാ കുട്ടികളുടെയും ഭഗവാന്റെയും ശീലം തന്നെയായിരുന്നു നടന്നത്. യശോദതൻ പൊന്മകനോട് കൊച്ചുപല്ലൊന്നു കാണിപ്പതെന്നോതിടുമ്പോൾ. ഉണ്ണികൃഷ്ണനോട്, മോനെ ഒരു പല്ല് വന്നിട്ടുണ്ട് എന്ന് കേട്ടു, ഒന്ന് കാണിച്ചു തരും. അപ്പോൾ ഈന്ന് കാണിച്ചു കൊടുക്കും. നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. യശോദതൻ പൊന്മകനോട് കൊച്ചു പല്ലൊന്നു കാണിപ്പതിനോതിടുമ്പോൾ ഇടയ്ക്ക് തന്നോമനവായി പിളർത്തി കാണിപ്പു കഞ്ചേക്ഷണനുണ്ണിയമ്പാൽ. കഞ്ചേക്ഷണൻ, താമരക്കണ്ണൻ തന്നെ പറയാം അർത്ഥം. നന്ദാലയത്തിങ്കലൊരിന്ദ്രനീലക്കല്ലിൻ നിറമ്പുണ്ട മനോഹരാങ്കൻ. ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയാണ്. നന്ദാലയത്തിങ്കൽ ഒരു ഇന്ദ്രനീലക്കല്ല് എന്നാ. ഇന്ദ്രനീലക്കല്ല് നീല നിറത്തിലാണ്, അതാണ് ഹാർഡ് ഗ്രീൻ ഇന്ദ്രനീലായി. നന്ദാലയത്തിങ്കലൊരിന്ദ്രനീലക്കല്ലിൻ നിറം പൂണ്ടു മനോഹരാങ്കൻ കളിച്ചിടുന്നു. കനകം കണക്കെ വിളങ്ങി മിന്നീടും ഏട്ടനോടും. ബലരാമൻ അവിടെ ആരാ? വെളുത്ത ഉണ്ണിയാ. മിന്നിത്തിളങ്ങുന്ന ഉണ്ണിയോട് കൂടിയിട്ട് കറുത്തൊരു ഉണ്ണി കളിക്കും. അമ്പാർന്നു ചോദിപ്പൂ യശോദയോട്, സ്നേഹമസൃണമായിട്ട് അമ്പാർന്നു ചോദിപ്പൂ യശോദയോട്. കിടാങ്ങളെ പിച്ച നടത്തി നന്ദൻ. പിച്ച വെച്ചക്ക എന്തോ ഉണ്ടല്ലോ ഒരു പാട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, കേട്ടിരുന്നേ. പിച്ച വെച്ച നാൾ മുതൽ. ഇതങ്ങനെയല്ല, പിച്ച എന്ന് കുട്ടികളുടെ രണ്ട് കയ്യും പിടിച്ച് നടത്തിക്കും. നമ്മൾ രണ്ട് ചൂണ്ടാണിവരിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവരത് പിടിക്കുകയും പിച്ച എന്ന് നടത്തിക്കുക. അമ്പാർന്നു ചോദിപ്പു യശോദയോട് കിടാങ്ങളെ പിച്ച നടത്തി നന്ദൻ. അപ്പോൾ യശോദമ്മോടൊരു കിന്നാരം. 6-7 നാൾ കൊണ്ടിവർ പാഞ്ഞു കളിക്കുകയില്ലേ മണിമുറ്റമെങ്ങും. നടക്കാൻ തുടങ്ങി യശോദമ്മേ. ഒരു 7-8 ദിവസത്തിലേ ഇവർ ഓടാൻ തുടങ്ങും. നമ്മുടെ മുറ്റത്ത് മുഴുവൻ കുട്ടികൾ കളിക്കും, അത് നമ്മൾക്ക് കാണാൻ പറ്റുന്ന. 6-7 നാൾ കൊണ്ടിവർ പാഞ്ഞു കളിക്കുകയല്ലേ മണിമുറ്റമെങ്ങും. കോലായിലങ്ങിങ്ങു കുറെ കളിച്ചു തളർന്നു താനേ ചലചാച്ചു പൈതൽ. പരാൽപരൻ പാരിതിൽ വന്നരേതോ പാവം കണക്കേറെ വിളങ്ങിടുന്നു. 74ാമത്തെ വിളങ്ങൽ അത് പിന്നലാണ്.
കോലായിൽ അങ്ങിങ്ങ് കുറേ കളിച്ചു. എത്ര നേരമാകുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് തുടരുത് പെട്ടരുന്നില്ല. കളിച്ചോളും മക്കളെ നിങ്ങൾ. കോലായിലങ്ങിങ്ങു കുറേ കളിച്ചു തളർന്നു താനീ തല ചാച്ചു പൈതൽ പരാൽപരൻ പാരിതിൽ വന്നരേതോ പാവം കണക്കേറെ വിളങ്ങിടുന്നു. 21ാമത്തെ ശ്ലോകം. എന്തൊന്നിനെ തേടി വലഞ്ഞു വേദം. വേദങ്ങൾ ആരെ തേടിയിട്ടാ നടക്കണത്? ഭഗവാനെ. അതാണ് ഇപ്പം ഇവിടെ കാണണത് നമ്മൾ. ഏതൊന്നിനെ തേടി വലഞ്ഞു വേദം ഏതൊന്നു പാരിൻ പരമായ ലക്ഷ്യം. ഈ ലോകത്തുള്ളവർക്കൊക്കെ ലക്ഷ്യം എന്തായിരിക്കണം? മോക്ഷം, ഈശ്വരനെ പ്രാപിക്കാം. ഏതൊന്നു പാരിൻ പരമായ ലക്ഷ്യം അതേ പരബ്രഹ്മം ഇതാ കിടപ്പു കൺചിമ്മി നന്ദൻ്റെ നികേതനത്തിൽ. ആ ശ്രീകൃഷ്ണൻ ഉറങ്ങുകയാണെങ്കിൽ എന്താ തോന്നുക? ആ പരബ്രഹ്മമൂർത്തി അതാ കണ്ണടച്ച് കിടക്കണം. എല്ലാവരും തേടുന്നില്ലേ? അവിടെ ഇവിടെ നിന്ന് തേടണ്ട. വരൂ, ഗോകുലത്തിൽ വരൂ, കണ്ടോളൂ. ആ മട്ടനങ്ങാതെയുറങ്ങുമുണ്ണിക്കിടാവിനെ ചെന്നു യശോദ അമ്പാൽ. സ്നേഹമസൃണമായിട്ടുള്ള യശോദയ്ക്ക് കുട്ടി ഉറങ്ങുകയാണെങ്കിലും എടുത്ത് മുറ കൊടുക്കും. ഉറങ്ങുന്ന കുട്ടിയെ വാരി എടുക്കാൻ പാടില്ല എന്നാ. പക്ഷേ യശോദമ്മയ്ക്ക് പറ്റില്ല, അത്രയും ഇഷ്ടമാണ് കുട്ടീനെ. ആ മട്ടനങ്ങാതെ ഉറങ്ങുമുണ്ണിക്കിടാവിനെ ചെന്ന് യശോദ അമ്പാൽ എടുത്തു തൻ പൊന്മടിയിൽ കിടത്തിലാളിച്ചു കൊണ്ടിങ്ങനെ പാടി അമ്പാൽ. സ്നേഹമസൃണം, സ്നേഹം കൂടി കൂടി വരുമ്പോൾ വാരി എടുത്ത് ഉമ്മ വെച്ച് ഒരു പാട്ട് പറഞ്ഞു. ഇങ്ങനെ പാടി അമ്പാൽ അനന്ത കല്യാണ ഗുണാഭിരാമ. എന്താ ഭക്തിസാന്ദ്രമായിട്ടുള്ള വാക്കുകൾ. അനന്ത കല്യാണ ഗുണാഭിരാമ മുകുന്ദ ഗോവിന്ദ മനോഹരാംഗ. ഇതൊക്കെ എഴുതി വെച്ച് പാടിയാൽ നന്നായി. അനന്ത കല്യാണ ഗുണാഭിരാമ, അതായത് ബലരാമ. മുകുന്ദ ഗോവിന്ദ മനോഹരാംഗ മദീയ ചേതോഹര. എൻ്റെ മനസ്സിനെ ഹരം കൊള്ളിക്കുന്നവനെ. മദീയ ചേതോഹര ബാലകൃഷ്ണ. കൃഷ്ണനുണ്ണി എന്നാണ്. ബാലകൃഷ്ണ മനോജ്ഞ. മനസ്സാൽ അറിയേണ്ടവനല്ല, എന്നാൽ ജ്ഞാനം കൊണ്ടറിയാം. മനോജ്ഞ നീ മന്യതിൽ വെൽവുതാക. നീ വിജയിച്ചാലും നീ വിജയിച്ചാലും എന്നർത്ഥേ. ആനന്ദ കല്യാണ ഗുണാഭിരാമ മുകുന്ദ ഗോവിന്ദ മനോഹരാംഗ മദീയ ചേതോഹര ബാലകൃഷ്ണ മനോജ്ഞ നീ മന്യതിൽ വെൽവുതാക. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഷഡ്വിംശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് വിടാം. 534 ഭാഗം നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.